അപ്പവും മുട്ട റോസ്റ്റും. മുട്ട ഇതേപോലെ നന്നായി വരഞ്ഞെടുത്ത് നല്ല മസാല മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ടുണ്ടോ? കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സബോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വരുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതിനായിട്ടാണ് കാസ്റ്റ് ചെയ്യേണ്ട കുക്കേഴ്സ്. വി കിച്ചൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ദോശത്തവയും കടായും കൂടിയുള്ള ഒരു കോംബോ ആണ് ട്ടോ ഞാൻ വാങ്ങിയത്. വാങ്ങാനുള്ള മെയിൻ കാരണം ഈ പാൻ കണ്ടോ, ഇതിലെ കെമിക്കൽ കോട്ടിംഗ് എല്ലാം ഇളകി നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്കല്ല പോകുന്നത്. വി കിച്ചന്റെ കാസ്റ്റ് ചെയ്യാൻ കുക്കേഴ്സ് ആണെങ്കിൽ നാച്ചുറലി നോൺ സ്റ്റിക്കും പ്രീ സീസണിങ്ങും കഴിഞ്ഞു വരുന്നതാണ്. ഇത് നമുക്ക് സ്റ്റൗവിലും ഓവനിലും അടുപ്പിലും എല്ലാം യൂസ് ചെയ്യാം. യാതൊരു കെമിക്കൽ കോട്ടിങ്ങും ഇല്ല. അതുപോലെ തന്നെ ലൈഫ് ടൈം യൂസ് ചെയ്യാം. മുട്ട റോസ്റ്റിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടി ചേർത്ത് വീണ്ടും തിളപ്പിച്ചെടുത്ത് അതിലേക്ക് വരഞ്ഞു വെച്ച് മുട്ടയും കൂടി ചേർത്ത് ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. ദോശത്തവയിൽ ഞാൻ കുറച്ച് അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുത്ത് അപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവരപ്പോൾ ലിങ്ക് കമന്റ് ചെയ്താൽ മതി.